നമസ്കാരം. വഖഫ് ഭേദഗതി ബിൽ നിയമമാകുമ്പോൾ മുൻകാല പ്രാബല്യം ഇല്ലെന്നാണ് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഇന്നലെ പാർലമെന്റിൽ വ്യക്തമാക്കിയത്. പുതിയ നിയമം പാസ്സാകുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കുമെന്നാണ് കിരൺ റിജിജു അവകാശപ്പെട്ടത്. എന്നാൽ വഖഫ് നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് എന്തു ഗുണമെന്നും ഭൂമി എങ്ങനെ തിരിച്ചു കിട്ടുമെന്നും ബിൽ ചർച്ചയ്ക്കിടെ ഹൈബി ഈഡൻ എം.പി. ചോദിച്ചു. ഹൈബിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മുനമ്പം ബി.ജെ.പിക്ക് രാഷ്ട്രീയ വിഷയം മാത്രമാണ്, എന്നാൽ തനിക്ക് മുനമ്പം വ്യക്തിപരമായ വിഷയമാണ്. ബില്ലിലെ ഏത് വ്യവസ്ഥയാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്നതെന്ന് ഹൈബി ഈഡൻ ചോദിച്ചു. ഞാനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ്, ഞാനും അവരിൽ ഒരാളെന്നും ഹൈബി പറഞ്ഞു. മുൻകാല പ്രാബല്യമില്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് എന്തു ഗുണം? ഈ ബില്ല് വഴി മുനമ്പത്തുകാർക്ക് എങ്ങനെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് വ്യക്തമാക്കണം. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ അകറ്റാനാണ് ബി.ജെ.പിയുടെ ശ്രമം. മണിപ്പൂർ കത്തിയപ്പോൾ CBCI പറഞ്ഞത് സർക്കാർ എന്തുകൊണ്ട് കേട്ടില്ല? ആംഗ്ലോ ഇന്ത്യൻ സംവരണം ഇല്ലാതെയാക്കിയ സർക്കാരാണിതെന്നും ഹൈബി ഈഡൻ കുറ്റപ്പെടുത്തി. എന്നാൽ നരേന്ദ്രമോദിക്ക് മാത്രമേ മുനമ്പം സമൂഹത്തെ രക്ഷപ്പെടുത്താനും സംരക്ഷിക്കാനും സാധിക്കുകയുള്ളൂവെന്നായിരുന്നു ഹൈബിക്ക് ജോർജ് കുര്യന്റെ മറുപടി. ഹൈബിയെ പൊളിച്ചടുക്കി ഷോൺ ജോർജും രംഗത്തെത്തി. ബില്ലിലെ പല വകുപ്പുകളും മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലാണ്. ഉദാഹരണത്തിന്, വഖഫ് ട്രിബ്യൂണലിൽ തോറ്റുപോയാൽ ഹൈക്കോടതിയിൽ പോകാൻ അധികാരമുണ്ട്. നേരത്തെ ഈ അധികാരമില്ലായിരുന്നു. വഖഫ് ട്രിബ്യൂണലിലെ കേസ് തീർപ്പുണ്ടാകുമ്പോൾ നിലവിൽ നിയമം നടപ്പിലായതിനു ശേഷമാകും തീർപ്പുണ്ടാവുക. അപ്പോൾ അപ്പീലുമായി പോകാം എന്നാണ് BJP നേതാവ് ഷോൺ ജോർജ് പറയുന്നത്. എന്നാൽ ഒരു ചോദ്യം അവശേഷിക്കുന്നു. നേരത്തെ രൂപപ്പെട്ട കേസിൽ അന്തിമ വിധി പിന്നീടാണ് വന്നതെങ്കിലും പുതിയ നിയമമാണോ അതോ പഴയ നിയമമാണോ ബാധകമാകുക എന്നതിൽ വിശദീകരണം ആവശ്യമാണ്. ഇതൊന്നും സാധ്യമായില്ലെങ്കിൽ കുടികിടപ്പ് അവകാശത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടല്ലോ എന്നാണ് ഷോൺ ജോർജിന്റെ വാദം. കുടികിടപ്പ് അവകാശ നിയമം ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമത്തിന് ബാധകമല്ല. എന്നാൽ പുതിയ വഖഫ് നിയമത്തിന് കുടികിടപ്പ് അവകാശം ബാധകമാണെന്ന് ഷോൺ ജോർജ് പറയുന്നു. ഒരു നിശ്ചിത കാലം ഒരാൾ ഒരു സ്ഥലത്ത് താമസിച്ചാൽ അയാൾക്ക് കുടികിടപ്പ് അവകാശമുണ്ട്. പുതിയ നിയമം ആ അവകാശം വഖഫിന് ബാധകമാക്കുമ്പോൾ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമി, അതായത് വില കൊടുത്ത് വാങ്ങിയതിനു ശേഷം 3 പതിറ്റാണ്ടിലേറെ താമസിച്ച ഭൂമി അവകാശപ്പെടാൻ തടസ്സമില്ലെന്നും ഷോൺ ജോർജ് വാദിക്കുന്നുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് എന്റെ വിജയമല്ല, മുനമ്പം ജനതയുടെ പോരാട്ടമാണ് വിജയിച്ചിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, പാർട്ടിയുടെ നേതാക്കൾ എല്ലാം ഈ വിഷയത്തിൽ ഗൗരവം മനസ്സിലാക്കി ഇടപെട്ടു എന്നതാണ് വിജയം. മുനമ്പം ജനതയിലെ ഓരോ വ്യക്തിയും നിർണായക പങ്കുവഹിച്ചു. മുനമ്പം ജനതയുടെ കഷ്ടപ്പാടിനൊപ്പം ശക്തമായ നിലപാട് സഭയും സ്വീകരിച്ചു. എല്ലാ പിതാക്കന്മാരും തുറന്ന സമീപനം എടുത്തുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. സഭാ നേതാക്കന്മാർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നതാണ് എന്റെ റോള്. വഖഫ് ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മുനമ്പം ജനതയെ പറ്റിക്കുകയല്ലേ എന്ന ഹൈബി ഈഡന്റെ ചോദ്യത്തിന് ഷോൺ ജോർജിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എന്തായാലും മുനമ്പം ജനത പറയുന്നതേ എനിക്കും പറയാനുള്ളൂ. ഹൈബി 8 മാസമായി വിഷയം തുടങ്ങിയിട്ട്. ഹൈബിക്ക് ഈ വിഷയത്തെക്കുറിച്ചും പ്രശ്നത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ മുനമ്പംകാർ കുറച്ച് കുട്ടികളെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഇതിനേക്കാൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്, ഷോൺ ജോർജ് പറഞ്ഞു.